ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ പത്രോസ് പൗലോസ്ലീഹന്മാരുടെ തിരുനാളുകള് പല റീതിയിലും പല ക്രമത്തിലാണ്. എങ്കിൽ പോലും പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് നമ്മുടെ കർത്താവിന്റെ തിരുനാൾ ദിവസമാണല്ലോ. എങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ, പീറ്റർ പോൾ നാമധാരികൾക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും കേട്ടോ. വിശുദ്ധ പത്രോസ് പൗലോസ്ലീഹന്മാരെ പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണേ. അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങളിന്ന് സീരിയസ് ആയിട്ട് വിളിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നൊരു സാക്ഷ്യം വായിക്കാം. ചില ഉള്ള സാക്ഷിയാണ്, നമുക്ക് പെട്ടെന്ന് വായിക്കാം. വീട്ടിലെല്ലാവരും അച്ഛന് ഫുൾ കുടുംബാംഗമാണ് എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്. വലിയ സന്തോഷം കേട്ടോ. പിന്നെ ശംസിയായിരിക്കും പേര് സാന്ദ്ര എന്നാണ്. ഞാൻ 2023 പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തിയാക്കി UGC നെറ്റ് എക്സാം എഴുതാനുള്ള പരിശ്രമത്തിലായിരുന്നു. പലതവണ ശ്രമിച്ചെങ്കിൽ സാധിച്ചില്ല. നെറ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ എനിക്ക് നല്ലൊരു കോളേജിൽ അധ്യാപികയായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുമായിരുന്നല്ലോ. ഞങ്ങളെ കുറവിലങ്ങാടുള്ള PDM സെന്ററിൽ വരുമ്പോഴെല്ലാം ഈ നിയോഗം വെച്ചൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വന്നപ്പോൾ പ്രത്യേകമായിട്ട് അച്ഛനോട് പറഞ്ഞ് വിനോദ കാണാൻ സാധിച്ചു. അപ്പോൾ അച്ഛനോട് പറഞ്ഞ് ആശീർവാദം സ്വീകരിച്ചു. അങ്ങനെ പഠന വസ്തുക്കളെല്ലാം പ്രത്യേകമായിട്ട് വെഞ്ചരിക്കുകയൊക്കെ ചെയ്തു. 2024 എൻ്റെ എക്സാം. എല്ലാ ദിവസവും എല്ലാ ദിവസവും ഈ ടോക്കിയുടെ ആശീർവാദം സ്വീകരിക്കും. അത് കൂടാതെ ഞാൻ മുട്ടുകൊത്തി എൻ്റെ അമ്മച്ചിയുടെ ആശീർവാദം മുട്ടുന്നത് സ്വീകരിക്കുമായിരുന്നു. അത് ഭയങ്കരമായിട്ടോ. ഞാൻ 9 ഏശയ്യ 38 എന്ന് വായിച്ചുകൊണ്ട് പഠനം ആരംഭിക്കുമായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് 33 വിശ്വാസ പ്രമാണം ചൊല്ലി ഇങ്ങനെ എനിക്കൊണ്ടിരുന്നത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ റിസൾട്ട് വരുന്നത് വരെ ഞാൻ മാംസം വർദ്ധിച്ച് ഒരു നേരത്തെ ആഹാരം മുടക്കി ശനിയാഴ്ചകൾ 6 PM വരെ ആഹാരം മുടക്കിയും പ്രാർത്ഥിക്കുമായിരുന്നു. 21 സങ്കീർത്തനം 91 തവണ ഞാൻ എക്സാമിന് മുമ്പ് പ്രാർത്ഥിച്ചു. ബുധനാഴ്ചയുടെ 1500ാമത്തെ എപ്പിസോഡ് മുടങ്ങാതെ മുട്ടുകളിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ അവരെനിക്ക് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് നിങ്ങൾ കണ്ടോ. പഠിക്കണം, അതുപോലെ പഠിക്കണം. അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾ അമ്മ ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകും. പിന്നെ എക്സാം ഒട്ടും അങ്ങനത്തെ എളുപ്പമായിട്ടും കൊണ്ട് തോന്നിയിരുന്നില്ല. ഇതൊക്കെ ചെയ്തിട്ട് നോക്കി എക്സാം വന്നപ്പോൾ എക്സാം പാടായിട്ട് വരണം. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ച് പ്രഭാഷണം 10:5 മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ് എന്നുള്ള വചനം കിട്ടി. വീണ്ടും എനിക്ക് ഒന്നുകൂടെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബിനോയിച്ചിന് മെസ്സേജ് അയച്ചു. അപ്പോൾ പിന്നെ എന്നിട്ട് അച്ഛൻ പ്രൈന്ന് എന്തെങ്കിലും അയക്കുവാണെങ്കിൽ ഞാൻ വിജയിച്ചു. ഏതായാലും അധികം താമസിയാതെ അതിന് വാട്സപ്പ് റിപ്ലൈ നോക്കിയപ്പോൾ അച്ഛൻ്റെ പ്രൈം എന്നുള്ള മറുപടി കണ്ടു. എനിവേ, കർത്താവിൽ ആശ്രയിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ നെറ്റ് ക്ലിയറായി കോളേജ് പ്രൊഫസറായിട്ട് ജോലി കിട്ടി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് എനിക്ക് രണ്ടാമത്തെ ഒരു സാക്ഷ്യം. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ അന്ന് പിന്നെ വന്ന സമയത്ത് സ്പിരിച്വൽ ഷെയറിങ്ങിന് സമയത്ത് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ ബ്രദർ, നമ്മുടെ പേടിയുമല്ലോ ബ്രദറാണ്. അപ്പോൾ ബ്രദർ എന്നെ പ്രാർത്ഥിക്കുക, ഹോസ്പിറ്റലിൽ പോയി ചെവി ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കുന്നു. ആ സമയത്ത് എനിക്ക് ചെവി പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി പിന്നീട് കാണിക്കാമെന്ന് വിചാരിച്ചിരുന്നു. എന്നാൽ പിന്നീട് എൻ്റെ ഇടത് ചെവിക്ക് ശക്തമായ വേദന വരികയും അനക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാവുകയും ചെയ്തു. അപ്പോൾ പെട്ടെന്ന് പോയി ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഇയർ വാക്സ് ആണെന്ന് പറഞ്ഞ് നോക്കി. പക്ഷേ എത്ര നോക്കിയിട്ടും മരുന്ന് ഒഴിച്ച് റിമൂവ് നോക്കിയത് പറ്റിയല്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എന്തെങ്കിലും സർജറിക്ക് വേണ്ടി വരും എന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ഡോക്ടറെ കാണിക്കുന്നു. അങ്ങനെ മറ്റൊരു ഡോക്ടറെ കാണിച്ചു. എന്തായാലും ദൈവാനുഗ്രഹത്തെ സർജറി കൂടാതെ തന്നെ വാക്സിൻ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ എനിക്ക് പുതിയ അനുഭവങ്ങളാണ് അല്ലേ. വാക്സിന് സർജറിയൊക്കെ അല്ലേ. എന്തായാലും കരുത്താൻ അപ്പോൾ നോക്കിയേ ആ പാവം ബ്രദറിനോട് ഈശോ സംസാരിച്ചത്. എന്നിട്ട് പറയാ, ഇത്രയേറെ എന്നെ സ്നേഹിക്കുന്ന ഈശോയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ബിനോയിച്ചിനും പീഡിയങ്ങൾക്കും ഒക്കെ നന്ദി എന്ന് പറഞ്ഞിട്ട് എഴുതി അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ. എന്തായാലും ഇന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയത്തിന്റെ തലക്കെട്ട് ഈ കൂട്ടർ നമ്മളെ പരിഹസിക്കും എന്നുള്ളതാണ്. പത്രോസായ ലേഖനമാണ്, 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ വചനത്തിന്റെ തലക്കെട്ടിൽ വചനം ഇങ്ങനെയാണ്. അതായത് അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകൾ നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടും. ഞാൻ അഭിഷേകം എടുത്തായിരുന്നു, നിങ്ങൾ കേട്ടായിരുന്നോ? അവസാന നാളുകളിലെ മനുഷ്യരുടെ പ്രത്യേകത കൃതജ്ഞത, നന്ദിയില്ലാത്തടത്തൊക്കെ പറഞ്ഞ് ഞാൻ ഒരു എപ്പിസോഡ് എടുത്തായിരുന്നു. അത് ഫുൾ കുടുംബാംഗം ആയവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, ഹാഫിനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ വചനം നോക്കിയാൽ അതായത് അവസാന നാളുകളിൽ സംഭവിക്കുന്ന ഒരു കാര്യം. അവസാന നാളുകൾ എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ രോഗാവസാനം മാത്രം ചിന്തിക്കേണ്ട, ഇന്ന് അതും അങ്ങനത്തെ മനുഷ്യരുണ്ടെന്ന് മനസ്സിലാക്കണം. അധമ വികാരങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ ജഡിക പാപങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആത്മീയതയിൽ ജീവിക്കുന്ന മനുഷ്യരോട് എപ്പോഴും ഒരു പരിഹാസവും ഒരു നിന്ദയും. ഒരു പുറമേയൊക്കെ വളരെ ജെന്റിലായിരിക്കും, പക്ഷേ
പേഴ്സണൽ ലൈഫിൽ ജഡത്തിന്റെ താല്പര്യം ഉണ്ടെങ്കിൽ ആത്മീയമായ താല്പര്യമില്ല, കരിസ്മാരി അല്ലെങ്കിൽ ധ്യാന ശുശ്രൂഷകൾ പോകാൻ താല്പര്യമില്ല. അതൊക്കെ ബൈബിളിൽ തന്നെ അങ്ങനത്തെ ഉള്ള പല തരത്തിലുള്ള വചനത്തിൽ വചനങ്ങൾ കിടക്കുന്നുണ്ട്. ഇത് ഒരു വചനമല്ല കേട്ടോ, ഒരുപാട് വചനം അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതാണ് വചനം വെളിപ്പെടുന്നത്. അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി വേറെ തരം നമ്മൾ ചിന്തിക്കരുത്. ഏതെങ്കിലും വ്യക്തി നമ്മളെ പരിഹസിക്കുന്നത് കാണുമ്പോൾ ഇവൻ മിക്കവാറും അധമ വികാരത്തിന്റെ ആളായിരിക്കും എന്ന് ചിന്തിക്കരുത്. അങ്ങനെ നമ്മൾ വിധിക്കാൻ അനുവാദമില്ല. പക്ഷേ നമ്മൾ നമ്മളിലേക്ക് നോക്കേണ്ടത് ഇങ്ങനെ ജഡപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ, നമ്മൾ ഓരോരുത്തരുമെങ്കിൽ ആത്മീയ കാര്യങ്ങൾ അങ്ങനത്തെ ഒരു പുച്ഛവും നിന്നെ പരിഹാസവും ഒക്കെ ഓട്ടോമാറ്റിക്കായി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ഒരു അപകടം തന്നെ. അപ്പൊ അതായത് ഇവന് ഈ പറയുന്ന ജഡത്തിന്റെ പാപത്തിന് വിടുതൽ കിട്ടണമെങ്കിൽ ഇവരൊരു ആത്മീയ ശുശ്രൂഷ സമ്മതിക്കണം. അതിൽ പോകാതിരിക്കാൻ വേണ്ടി പിശാച് ബ്ലോക്ക് ചെയ്യുന്ന ഇതാണ് അതിനകത്ത് തന്നെ കെളിയെന്ന് പറയുക. അതിനകത്തുള്ള ആ പിശാചിനെ കളിയല്ല കെണിയെന്ന് പറയുന്നതിന് കാരണം അതാണ്. അതാണ് അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന നിന്ദകർ നിങ്ങളെ പരിഹസിക്കും എന്നൊരവസ്ഥ. അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയാം. സാധനങ്ങൾ പ്രത്യക്ഷപ്പെടുമെന്ന് പറയും. അപ്പം അതുകൊണ്ട് അവസാന നാളുകളിൽ അത് കൂടുതലായി വരുമൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, എനിക്കറിയില്ല. എനിവേ, കാരണം അവസാന നാളുകളെ കുറിച്ചുള്ളതല്ല ഈശോയ്ക്ക് മാത്രം അറിയാവുന്ന കാര്യം. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പം മണ്ഡലം പറയുന്നതല്ല. എനിവേ, അപ്പം അതുകൊണ്ട് നമ്മൾ ഈ വചനം വെച്ച് നമ്മളെ തന്നെ ആത്മശോധന ചെയ്യണം. പിന്നെ അങ്ങനെയൊക്കെയുള്ള മനുഷ്യരാണെന്ന് നിങ്ങൾക്ക് അത്ര ഉറപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ പോലും വിധിക്കരുത്, അവിടെ കൊണ്ട് പ്രാർത്ഥിക്കുക കേട്ടോ. പക്ഷെ അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യത്തിന് സമയം കൂടി തന്നെ ഷോർട്ടാക്കിയേക്കാം. നമുക്ക് സ്തുതിക്കാം അല്ലേ? സ്തുതിക്കുമല്ലേ? എന്നാ പിന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ട് കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവ് ദൈവമേ, പ്രത്യേകിച്ച് ഈ കർത്താവ് ആത്മീയ കാര്യങ്ങൾ നിന്ദിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന പ്രവണത ഞങ്ങളുടെ യേശുവിന്റെ നാമത്തിൽ ആ ദുർപ്രയുടെ വിട്ടുപോട്ടെ. കരുണയും സമാധാനം നിറയട്ടെ എന്ന് പറയും. ഓ കർത്താവായ ദൈവമേ, ഇപ്പൊ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. എല്ലാ പൈശാചിക അടിമത്തങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളെ വിട്ടുപോട്ടെ. എല്ലാ തടസ്സങ്ങളും കുടുംബത്തിന് വിട്ടുപോട്ടെ. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ദൈവമേ, ഈ വചനപ്രകാരം കർത്താവ് അങ്ങനെയൊന്നും ഇല്ല, നന്നായി ജീവിക്കാൻ കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ ഉച്ചത്തിൽ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർ കർത്താവായ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാളുകളായിട്ട് കർത്താവിന് ഇറ്റുപോലത്തുള്ള എക്സാമുകൾക്ക് കർത്താവ് എഴുതി പ്രാർത്ഥിക്കും. വിജയം കിട്ടാത്തവർ കർത്താവിന്റെ നാമത്തിൽ വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതുപോലെ തന്നെ കർത്താവിന് കരുതൽ അനുഭവിക്കാൻ കൃപ ലഭിക്കട്ടെ. ചെവി സംബന്ധമായ രോഗങ്ങളുള്ള യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വിശുദ്ധ കുരിശിനെ നിങ്ങളെ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.